കോഴിക്കോട് വടകരയിൽ DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധികൻ മരിച്ചു. തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിമാണ് മരിച്ചത്. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതൊരു സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. 75 ലക്ഷം റുപ്യോളം ഇയാൾക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് ചോദിക്കാൻ പോയി പല പ്രാവശ്യം പോയെന്നും വടകര പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതോടനുബന്ധിച്ചാൽ ഇന്ന് രാവിലെ 10:30 മണിക്ക് ഇയാൾ വീട്ടിൽ പോയി എന്നും അവിടുന്ന് പെട്രോൾ വെച്ച് തീക്കൊളുത്തിയെന്ന് പറഞ്ഞത്. വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്. വർഷ പറയൂ. കോഴിക്കോട് വടകരയിൽ DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു വയോധികൻ. പൊള്ളലേറ്റ നിലയിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുകയാണ്. തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിമാണ് മരിച്ചത്. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത്. വർഷ ഗിരീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വർഷ പറയൂ. ദിൽന 75% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിച്ച ഇബ്രാഹിം കുട്ടി ആജി. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെ 10:30 പഴങ്കാവിലെ ഈ DCC ഭാരവാഹിയും അതേപോലെ തന്നെ ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹിയുമായ സുധീർ കുമാറിന്റെ വീട്ടിൽ വെച്ച് ഇബ്രാഹിം കുട്ടി ആജി പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുന്നത്. പിന്നീട് വടകരയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി മരണപ്പെടുകയായിരുന്നു. എന്തായാലും ഈ മരണത്തിന് ശേഷം വലിയ ആരോപണവുമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയൊരു നിക്ഷേപ തുക കിട്ടാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കടത്തനാട് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വലിയൊരു നിക്ഷേപ തുക ഈ മരിച്ച ഇബ്രാഹിം കുട്ടിക്ക് ലഭിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ പറയുന്നത്. 75 ലക്ഷം രൂപയോളം ലഭിക്കാനുണ്ടായിരുന്നു എന്ന് ഇബ്രാഹിം കുട്ടി തന്നെ ഡോക്ടർക്ക് മൊഴി നൽകിയതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ സുധീർ കുമാർ കൂടി ഭാരവാഹിയായിട്ടുള്ളൊരു സൊസൈറ്റിയാണിത്. ഇതിൽ കൂടുതലുള്ളത് കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടുള്ള മെമ്പർമാരാണ്. മുൻപും വടകര പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇബ്രാഹിം കുട്ടി പരാതി നൽകിയിരുന്നു. 2025 പരാതി നൽകിയത്. അന്ന് 22 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. പലതവണ ഈ ആളെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ പണം തിരികെ ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി. വിഷയത്തിൽ DYFI നേരത്തെ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. വടകര ടൗണിലാണ് DYFIയുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.